നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വെൽക്കം ടു മല്ലു മാജിനോ. ഇന്ന് നമ്മൾ ഒരു അത്ഭുത പ്രപഞ്ചത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്, അതായത് ആമസോൺ മഴക്കാടിലേക്ക്. മഴയും മേഘവും ഇലപൊഴിയും മരം. ആമസോൺ മഴക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ വനംപ്രദേശമാണ്. ദക്ഷിണ അമേരിക്കയിലെ വടക്കുഭാഗത്തുള്ള ആമസോൺ നദിയുടെ ഡ്രെയിനേജ് ബേസിൻ മുഴുവൻ ഇത് അധിവസിക്കുന്നു. ഏകദേശം 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചിട്ടുള്ള ഈ മഴക്കാട് ദക്ഷിണ അമേരിക്കയുടെ 40% വിസ്തീർണം ഉൾക്കൊള്ളുന്നു. ബ്രസീൽ, ബൊളീവിയ, പെറു, ഗയാന, സുരിനാം, ഇക്വഡോർ, കൊളംബിയ, വെനിസ്വേല, ഫ്രഞ്ച് ഗയാന എന്നിവയാണ് ഈ മഴക്കാടിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങൾ. ഇത് പിന്നിലത്തെ 2 വലിയ മഴക്കാടുകൾ ചേർത്തതിലും വലുതാണ്. ഇവിടെ 3 കോടി ആളുകളും ഭൂമിയിലെ അറിയപ്പെടുന്ന ജീവിവ്യത്യാസങ്ങളിൽ 10 ജീവജാലങ്ങളും ആകെയുണ്ട്. ആമസോൺ വളരെ വൈവിധ്യമാർന്ന ജൈവവൈവിധ്യ സമ്പത്തിന്റെയും പാർപ്പിടങ്ങളുടെയും കേന്ദ്രമാണ്. ഏകദേശം 40,000 തൈകൾ, 3000 തരം മത്സ്യങ്ങൾ, 1300 തരം പക്ഷികൾ, 430 തരം സസ്തനികൾ, 380 കൂടുതലായ കീഴ്ഭക്ഷകരായ ജീവികൾ, 25 ലക്ഷം തരം കീടങ്ങൾ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഏകദേശം 500 ആദിവാസി ഗോത്രങ്ങൾ ആമസോണിൽ താമസിക്കുന്നു. അവയിൽ 50-ലധികം ഗോത്രങ്ങൾ ഇതുവരെ ബാഹ്യലോകത്തുമായി ബന്ധമില്ലാതെയാണ് ജീവിക്കുന്നത്. ആമസോണിൽ 390 ബില്യൺ 39,000 കോടി കാടുകളെയാണ് ഉള്ളത്. കാനോപ്പി, മുകളിലത്തെ മരച്ചില്ലകൾ വളരെ കട്ടിയുള്ളതിനാൽ സൂര്യന്റെ വെളിച്ചത്തിൽ 8% മാത്രമേ നിലത്തിലേക്ക് എത്തുന്നുള്ളൂ. മഴവെള്ളം നിലത്തിനെത്താൻ ഏകദേശം 10 മിനിറ്റ് സമയമെടുക്കുന്നു. ആമസോൺ തോറും വർഷം 7 ട്രില്യൺ ടൺ വെള്ളം അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നു. വർഷത്തിൽ ലഭിക്കുന്ന മഴവെള്ളത്തിൽ 50 മുതൽ 75% വരെ അത് തന്നെ വീണ്ടും തിരിച്ചുപയോഗിക്കുന്നു. ഇത് പ്രതിവർഷം 2 ബില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ശോഷിക്കുന്നു, ആഗോള ഉത്സർജനത്തിന്റെ 5%. കൂടാതെ 140 ബില്യൺ ടൺ കാർബൺ സംഭരിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിനായി ആമസോൺ അനിവാര്യമാണ്. ഭക്ഷണത്തിനും മരുന്നുകൾക്കുമായി നമുക്ക് ആമസോണിലെ വിഭവങ്ങൾ ആവശ്യമുണ്ട്. ആയിരക്കണക്കിന് മരുന്നുകൾക്ക് ആധാരമായ സസ്യങ്ങൾ ആമസോണിൽ നിന്നും ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ക്യാൻസർക്ക് എതിരെ ഫലപ്രദമായ സസ്യങ്ങൾക്ക് 70% ഈ മഴക്കാട്ടിലായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ആമസോൺ നിരവധി ഭീഷണികളാണ് നേരിടുന്നത്. അനിയമിതമായ പാതപദ്ധതികൾ, നിയമവിരുദ്ധവും അസുസ്ഥിരവുമായ കാടുകളും വിഭവങ്ങളും അതിക്രമിച്ച് ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, കൃഷി വികസനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ. 2019-ൽ ഏകദേശം 9,06,000 ഹെക്ടർ വനപ്രദേശം കാട്ടുതീയിൽ നശിച്ചു. ഈ തീകളിൽ പലതും കൃഷിക്കായി കാടുകളെ വെട്ടിക്കത്തിക്കുന്ന സ്ലാഷ് ആൻഡ് ബേൺ രീതിയാണ്. കർഷകർ കാടുകൾ വെട്ടുകയും കത്തിക്കുകയും ചെയ്ത് കൃഷിക്കും കന്നുകാലികൾക്കുമായി ഉപയോഗിക്കുന്നു. ഇത് തുടരുകയാണെങ്കിൽ കാടുകൾ സംഭരിച്ചിട്ടുള്ള കാർബൺ മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് വിടപ്പെടുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. ആമസോണിലെ കാടുകളും അതിന്റെ ശുദ്ധജല സ്രോതസ്സുകളും അപകടത്തിലാണ്. 2000 മുതൽ 69% ആമസോൺ പ്രദേശങ്ങളിൽ മഴക്കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വനംശീകരണ നില തുടരുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ 27% ഭാഗത്ത് മരങ്ങൾ കാണില്ല. ആമസോൺ തന്റെ വിസ്തീർണത്തിന്റെ 20% ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ വലിയൊരു പങ്ക് ട്രാൻസ് ആമസോണിയൻ ഹൈവേ നിർമ്മാണത്തിനു വേണ്ടിയാണ്. ഒരൊറ്റ സെക്കൻഡിൽ 1.5 ഏക്കർ വനവ്യവഹൃതം കന്നുകാലികൾക്കും കൃഷിക്കും വേണ്ടി വെട്ടിയുതിരിക്കുന്നു. ഒരു പരിഹാരവും എടുക്കാതിരിക്കുന്ന പക്ഷം 2060-നകം ഈ മഴക്കാട് മുഴുവനായി ഇല്ലാതാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത്. ഇതുപോലെയുള്ള പ്രകൃതിയിലെ വിചിത്രങ്ങളും അറിവുകളും അറിയാൻ നിങ്ങൾക്കും താൽപ്പര്യമുണ്ടോ? അങ്ങനെങ്കിൽ മല്ലു മാജിനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കോമെന്റിൽ എഴുതാനും മറക്കല്ലേ. ഓറഞ്ച് ഹൃദയം അമ്പടയാളമുള്ള മൊബൈൽ. ഈ അറിവ് നിറഞ്ഞ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ. അറിവ് പങ്കുവച്ചാൽ മാത്രമേ അതിന്റെ മൂല്യം പൂർത്തിയാവുകയുള്ളൂ. റോക്കറ്റ് വീണ്ടും കാണാം മറ്റൊരു കൗതുകകരമായ യാത്രയിലൂടെ. നമുക്ക് ഇനി പരിചയപ്പെടാനിരിക്കുന്ന ലോകങ്ങൾ ഒന്നും കുറവല്ല. യൂറോപ്പ്, ആഫ്രിക്ക കാണിക്കുന്ന ഭൂഗോളം വീണ്ടും കാണാം. കൈ വീശുന്നു പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ള പുഞ്ചിരിക്കുന്ന മുഖം.